ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗദർശനത്തിന്റെ മഹനീയമായ വഴിയിലേക്ക് കടന്നു പോകണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അവിടുത്തെയുടെ കാരുണ്യത്തിന്റെ വിധാനത്തിലേക്ക് കടക്കാൻ മാനദണ്ഡങ്ങളില്ല. അവിടുത്തെയുടെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അവിടുത്തെയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്ന ഭവനത്തിലേക്ക് എത്തിപ്പെടാൻ, അവിടുന്ന് നേതൃത്വം നൽകുന്ന ആരാമങ്ങളിലേക്ക് കടന്നു പോകാൻ, അതിശ്രേഷ്ഠരായ പുണ്യപ്രവാചകരുടെ മഹനീയമായ വഴികളിലൂടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് നാളെ സ്വർഗീയ ആരാമത്തിന്റെ മഹനീയമായ വാതായനത്തെ ആധികാരികമായി തുറന്ന് കാരുണ്യത്തിന്റെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് മഹനീയമായ പറുദീസയുടെ അകത്തളത്തിൽ ലോകത്തിന്റെ മുഴുവനും അധിപനായ അള്ളാഹുവിന്റെ നിർണയപ്രകാരം ഉന്നതങ്ങളിൽ സ്ഥാനം നൽകപ്പെടുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തെ ആശിക്കുന്നുവെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാനദണ്ഡം ഏതാണ്? അൽ ഈമാനു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കലാണ്. പ്രവാചകത്വത്തിന്റെ വിലാസത്തെ സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധേയത്വത്തിന്റെ പരിധിയിലേക്ക് നാം കടക്കുന്നത്. കാരുണ്യം അനുഭവിക്കാൻ ഇവിടെ ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, പ്രപഞ്ചമാകമാനമുണ്ട്. ചലിക്കുന്നതും ചലിക്കാത്തതുമായ സൃഷ്ടിജാലങ്ങളെല്ലാം അവിടുത്തെയുടെ കരുണയുടെ അരുണസ്പർശങ്ങളുടെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് താരല്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധേയത്വത്തിന്റെ പരിധിയിലേക്ക് അവിടുത്തെയുടെ മഹനീയമായ കാരുണ്യത്തിന്റെ വിധാനത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് മാർഗദർശനത്തിന്റെ മഹനീയമായ വഴിയിലേക്ക് കടക്കാൻ എവിടെയാണ് പോകേണ്ടത്? ഒന്നാമതായി അൽ ഈമാനു ബിഹി, ഹബീബിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. ലളിതമായ ഒരു ഉദാഹരണം ഓർമ്മപ്പെടുത്താം. ഹബീബിനെ അംഗീകരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിസാലത്തിന്റെ വിധാനത്തിൽ നിന്ന് ഏറ്റെടുക്കുമ്പോഴാണ് സമ്മതത്തിന്റെ ആമുഖമായി മാറുക. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബസ്താമിയുടെ ഒരു ശിഷ്യൻ വഴിയിലൂടെ നടന്നു പോകുന്നു. അപ്പോഴാണ് ഒരു സംഘം ആളുകൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് കടന്നു ചെന്ന മനുഷ്യൻ ചോദിച്ചു, പ്രശ്നം എന്താണ്? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് മഴ കിട്ടുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ അൻസിലിസ് സമാഅ അലൈനാ മിദ്റാറാ ബിഹഖ്ഖി ഐനായല്ലതി റഅത് അബാ യസീദ്. ആത്മീയ മണ്ഡലത്തിലെ ജ്യോതിർഗോളങ്ങളിൽ അതുല്യമായ വിലാസങ്ങളോടെ അതിർവരമ്പുകൾ ഭേദിച്ച് ലോകത്തുള്ള ജനതയുടെ ആത്മീയ പ്രപഞ്ചത്തിലെ സാരഥികളിൽ ഒരാളായി മാറിയ ബായസീദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് കാർമേഘങ്ങളെ വർഷിപ്പിച്ചു തരണമേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരാൾ ചോദിക്കുന്നു, അല്ല അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടയാളല്ലേ? അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടയാളല്ലേ? അപ്പോഴാണ് ഉടനടി മറുപടി വരികയാണ്, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല.
ആമിനായുടെയും അബ്ദുല്ലാഹിയുടെയും അനാഥനായ ഒരു മകനെയാണ്, യതീമായ മോനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പുണ്യപ്രവാചകർ ലോകത്തിന്റെ മുഴുവനും മാർഗദർശനത്തിന്റെ മഹനീയമായ പ്രപഞ്ചത്തിലെ അതുല്യ താരകമായ ഹബീബിനെ കണ്ടിട്ടില്ല. ഹബീബിന് റസൂൽ എന്ന മാനദണ്ഡത്തോടെ പ്രവാചകർ എന്ന മഹനീയമായ കണ്ണിലൂടെ കണ്ടപ്പോഴാണ് അതുല്യമായ ആദരവിന്റെ അതിശ്രേഷ്ഠമായ ആൾത്താരകളിൽ അവസാന കാലം വരെ ആദരിക്കപ്പെടാൻ മാത്രം ഉന്നതരായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയെങ്കിൽ അനിഷേധ്യമാം വിധം അപകടകരമായ ആഴിയിലേക്ക് ജീവിതത്തിൽ തന്നെ വലിച്ചെറിയപ്പെട്ട അപശബ്ദ വ്യക്തിയായി അബൂജഹൽ മാറിയത് ഹബീബിന് റിസാലത്തിന്റെ മഹനീയമായ വിലാസം കൊണ്ട് സമ്മതിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അബൂജഹലിന്റെ ബാഹ്യനയനങ്ങളാൽ ഹബീബിനെ കണ്ടുവെങ്കിലും പുണ്യപ്രവാചകരെ കാണാൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല. ആ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നിയോഗം കിട്ടിയപ്പോൾ ലോകം മുഴുവനും സമ്മതിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ആസ്മാൻ കേ ചാന്ദ് മേ തോ ഭീ കഭീ കാ നൂർ ഹേ, तू न होता तो न होता दो जहां का इंतजाम, तू जमीन का नूर है तो आसमान का नूर है. പ്രവാചകത്വത്തിന്റെ പ്രകർഷ്ടമായ വിധാനങ്ങളിൽ നിന്ന് പ്രപഞ്ചമാകമാനം പ്രഭാവിതറിക്കൊണ്ട് ലോകത്തെ മുഴുവനും മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിച്ച അതുല്യമായ അനുരാഗത്തിന്റെ അത്യുജ്വലമായ ജാലകളാൽ മാനസങ്ങളെ മുഴുവനും ആലിംഗനം ചെയ്ത് മദീനായുടെ മണൽപ്പരപ്പിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയ അതുല്യമായ രാജസിംഹാസനങ്ങളുടെ സാരഥിയായ ഹൃദയത്തിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് ആലിംഗനത്തിന്റെ 1000 കാതമുള്ള ചുംബനം നടത്തുന്ന അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധേയത്വം ലഭിക്കണമെങ്കിൽ കാരുണ്യം ലഭിക്കാൻ ഡിമാൻഡുകളൊന്നുമില്ല. ലോകം മുഴുവനും ഇപ്പോഴും കാരുണ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബിന്റെ കാരുണ്യത്തിന്റെ സന്നിധാനമാണ് നമ്മുടെ വായു. ഹബീബിന്റെ കാരുണ്യത്തിന്റെ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തിലെ ഹരിതാഭമായ സാന്നിധ്യം. ഹബീബിന്റെ കാരുണ്യത്തിന്റെ വിധാനങ്ങളാണ് നമ്മുടെ ഭക്ഷണം. വിശദാംശങ്ങളുടെ ആവശ്യമില്ലാത്ത സദസ്സായതുകൊണ്ട് കിടക്കുന്നില്ല. അപ്പ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ദാനങ്ങളുടെ കവാടമാണ്. പ്രപഞ്ചാധികാരിയുടെ പ്രദാനങ്ങളുടെ താക്കോലാണ്. വല്ലാഹു ഹുവൽ മുഅ്തി വഅന ഖാസിം. പ്രപഞ്ചാധികാരിയുടെ പ്രദാനങ്ങളുടെ കവാടമേ, അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങളുടെ വാതായനമേ, ലോകാധികാരിയുടെ സമ്മാനങ്ങളുടെ മഹനീയമായ കൈനീട്ടങ്ങളെ കൈമാറ്റം ചെയ്തു തരുന്ന നേതാവ്, ലോകത്തിന്റെ മുഴുവനും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെയുടെ വിധേയത്വം ലഭിക്കാനുള്ള ഒന്നാമത്തെ ഡിമാൻഡ് ഹബീബിനെ വിശ്വസിക്കുക എന്നതാണ്. നമുക്കത് വിശദാംശങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ രണ്ടാമതായി വരുന്നതോ അൽ-ഇഅ്തിബാറു ബിഖദ്രിഹി, അവിടുത്തെ അത്യുന്നതമായ സ്ഥാനങ്ങളെയും അംഗീകാരങ്ങളെയും അനുവദിച്ചു കൊടുക്കുകയും ആദരപൂർവ്വം അവിടുത്തെയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ശൈഖ് അൽ-ഇമാമുൽ ഖുതുബ് അബ്ദുൽ ഹഖ് ബിൻ സഈദ് അൽ-മിർസി റളിയല്ലാഹു അൻഹു അൻവാറുൻ നബി എന്ന പേരിൽ എഴുതിയ 7-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽ ഒരാളാണ്.
ആത്മീയ മണ്ഡലത്തിലെ രചനകളാൽ ഒരുപാട് അലങ്കാരം സൃഷ്ടിച്ച മഹാനാണ്. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാവങ്ങളെ 25ഓളം പ്രധാന ടൈറ്റിലായി അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമതായി ഹബീബിന്റെ സ്ഥാനമാനങ്ങളോടുള്ള സമ്മതമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പ്രതാപത്തിന്റെ വിധാനങ്ങളിൽ അത്യുന്നതം പ്രപഞ്ചാധികാരിയാണ്. അനുഗ്രഹത്തിന്റെ പ്രപഞ്ചത്തിലെ ലോകത്തിന് മുഴുവനും ദാനം നടത്തുന്നവൻ അല്ലാഹുവാണ്. ആ പ്രതാപത്തിന്റെ രണ്ടാം സ്ഥാനം ആരുടെ കയ്യിലാണ്? വലിറസൂലിഹി, ഹബീബിന്റെ സന്നിധാനത്തിൽ